ഹലോ ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മത്രയിലാണ്. മത്ര കോർണിഷാണ് ഈ കാണുന്നത്. സുൽത്താൻ്റെ 2 കപ്പലുകൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അതുപോലെ മത്ര ഫിഷ് മാർക്കറ്റാണിത്. പിന്നെ ഇവിടുത്തെ ഒരു സംഭവമാണ്, നമുക്ക് കടലിലേക്ക് ഒരു ചെറിയ പാലം പോലെ ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്കാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതിനുശേഷം മത്ര സൂക്ക്. അപ്പോൾ മത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര പണ്ടത്തെ ഒരു ഫേമസ് സ്ഥലമാണ്. ഇവിടുത്തെ കൊമേഴ്സിൻ്റെയൊക്കെ മെയിൻ സെൻറ്റർ ആയിരുന്നു മത്ര എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ആ സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്യാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സംഭവം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ നന്നായി കിടന്ന് ആടുന്നുണ്ട്. നമ്മൾ കുറച്ച് ഇരുട്ടായി, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും നല്ലൊരു വ്യൂ ആണ്. വൈകുന്നേരമൊക്കെ ഇവിടെയുള്ള ആൾക്കാർക്കായാലും വരാവുന്ന ഒരു ബെസ്റ്റ് പ്ലേസാണ്. ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് ആടിയിട്ടാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. സുൽത്താൻ്റെ കപ്പലുകൾ ബാക്കിൽ. അപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെയാണ് ഈ നടക്കുന്നത്. നല്ല ആട്ടമൊക്കെ ഉണ്ട്, എന്നാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മളിപ്പോൾ കോർണിഷിൻ്റെ ഓരം ചേർന്ന് മത്ര സൂക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല തിരക്കുണ്ട്. അത്യാവശ്യം ഒരുപാട് പേര് വരുന്നുണ്ട് ഇവിടെ. കൂടുതലും വിദേശികളൊക്കെ സ്ഥലം കാണാൻ വേണ്ടി വരുന്നുണ്ട്. മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. മത്ര സൂക്കിൻ്റെ എൻട്രൻസ് ഗേറ്റാണ് ഈ ബാക്കിലുള്ളത്. നമ്മൾ മത്ര സൂക്കിൻ്റെ അകത്തേക്ക് പോവാണ്. ഓക്കെ, മത്ര സൂക്കിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത് ആൻറ്റിക് സംഭവങ്ങളൊക്കെയാണ്. ഇതിൽ നമുക്ക് അതുപോലെ ഓർണമെൻറ്റ്സ്, ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്, ആൻറ്റിക്സ്, ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഉള്ളിൽ പോയിട്ട് നമുക്ക് നോക്കാം ഉള്ളിൽ ബാക്കി എന്തൊക്കെയാണുള്ളതെന്ന്. കുറേ ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട്. എന്തൊക്കെയുള്ളത് മുഴുവൻ നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് തന്നെ നോക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻട്രൻസിലാണ്. എൻട്രൻസിൻ്റെ മുകളിൽ ഫുള്ള് തടി കൊണ്ടുള്ള കൊത്തുപണികളൊക്കെയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്കും ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ പുറത്ത് മഴ പെയ്യുന്നുണ്ടെങ്കിലും പുറത്തത്തെ എൻട്രൻസാണ്, മെയിൻ എൻട്രൻസാണ് അത്. ഇപ്പോൾ പുറത്ത് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഉള്ളിൽ വലിയ കുഴപ്പമില്ല. നമുക്ക് നടന്നാലൊന്നും മഴയൊന്നും കൊള്ളൂല, കവറിങ് ഉണ്ട്. അപ്പോൾ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇനി.
ഇതാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നതാണ് ഇതിൻ്റെ സൂക്കിൻ്റെ സെൻറ്റർ. ഇവിടുന്ന് ഒരുപാട് വഴികളുണ്ട്. ഒരെണ്ണം ബാക്കിൽ കാണുന്നത്, പിന്നെ അങ്ങോട്ടേക്ക് ഒരു വഴിയും കൂടി ഉണ്ട്. മുകളിലൊക്കെ നല്ല കൊത്തുപണിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഫുള്ള് ആൻറ്റിക്സ് ആണ് ഇതിൻ്റെ ചുറ്റുമുള്ളത്. ഫുൾ ആൻറ്റിക്സ് ഐറ്റംസ് ആണ്. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആണ് ഈ സ്ഥലം. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അത്യാവശ്യം ഒരുപാട് പേര് ഇവിടെ സാധനങ്ങൾ വാങ്ങാനും ഇനിയിപ്പോൾ ടൂറിസ്റ്റുകൾ തന്നെ ഇത് കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. അത്യാവശ്യം നടക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഇതിൻ്റെ മുകളിലത്തെ ഒക്കെ ഡിസൈനൊക്കെ കൊള്ളാം. ഒരുപാട് കടകളുണ്ട്. ബാർഗെയിൻ ചെയ്താലൊക്കെ നിങ്ങൾക്ക് വിലക്കുറവിന് കിട്ടുമെന്ന് തോന്നുന്നു. ഇതിൻ്റെയൊക്കെ നല്ല സ്മെല്ലായിരുന്നു ഈ മാർക്കറ്റ് മുഴുവനും. ഇതുപോലുള്ള ചെറിയ വഴികൾ ഇവിടെ കുറേ ഉണ്ട്. നമുക്ക് എവിടെ നിന്നും ഇതുപോലുള്ള ചെറിയ വഴി കൂടെ കയറി അപ്പുറത്തൊരു വഴിക്ക് എത്താൻ പറ്റും. അപ്പോൾ അതിലൊരു വഴിയാണ് ഇതും. ഇവിടെയും രണ്ട് സ്ഥലത്ത് ഒരുപാട് കടകളൊക്കെ നല്ല നല്ല കടകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ മോശം കടകളൊന്നുമല്ല ഈ ചെറിയ വഴികളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നടന്ന് പിന്നെയും ഒരു എന്താ പറയുക, ഒരു സർക്കിളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 3-4 ഡോറുണ്ട്. 3-4 ഡോറല്ല, 3-4 വഴികളുണ്ട് പുറത്തേക്ക് പോകാനായിട്ട്. മുകൾ ഭാഗം എല്ലാവരും ഇതുപോലെ സർക്കിളുകളൊക്കെ നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ഗോൾഡിൻ്റെയും ഗോൾഡാണോന്ന് അറിയില്ല, ചുമ്മാ ഉള്ള സംഭവങ്ങളും പൂതും ഡ്രസ്സുകളും അങ്ങനത്തെ ഐറ്റംസൊക്കെ തന്നെയാണ് ഉള്ളത് ഇവിടെ. എന്തായാലും ഇവിടുത്തെ ഹാൻഡിക്രാഫ്റ്റുകൾ ഇവിടെ തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ശരിക്കൊരു പഴമ തോന്നിക്കുന്ന ഒരു സ്ഥലമാണിത്. പഴയ ഒരു സ്ഥലത്ത് ചെന്നുപെട്ട ഫീലിംഗ് ഉണ്ട് നമുക്കിവിടെ. കുറേ നല്ല ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളുണ്ട്. വലിയ വിലയൊന്നുമില്ല. ഇവിടെ ഉള്ളത് മുഴുവനും ചെറിയ ചെറിയ വഴികളാണ്. ചെറിയ 2 വഴികൾ, കുഞ്ഞു ഗലികൾ പോലത്തെ ഒരു ഷോപ്പിംഗ് സെൻ്ററാണിത്. ഇഷ്ടമുള്ള ആൾക്കാർക്ക്, ഇങ്ങനത്തെ ഷോപ്പിംഗ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് തികച്ചും ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കും. തുണികളുടെയൊക്കെ ഷോപ്പുണ്ട്. അതുപോലെ കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ കുറച്ച് ക്രൗഡഡാണ്. എന്നുവെച്ചാൽ വല്ലാത്ത തിരക്കി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപാട് ഓർണമെൻറ്റ്സും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. ഓരോ സെക്ഷൻ്റെ മേൽഭാഗം വേറെ വേറെ രീതിയിലാണ് ഇവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ ഈ മാർക്കറ്റ് ഒരു ഓൾഡ് ഫാഷൻ ബസാറാണ്. അപ്പോൾ ശരിക്കും അതിന് അനുയോജ്യമായ രീതിയിലുള്ളതാണ് ഇവിടുത്തെ കടകളും ഇവിടുത്തെ ഡെക്കറേഷനും ഇവിടുത്തെ റൂഫ് അറേഞ്ച് ചെയ്തിട്ടുള്ളതായാലും ലൈറ്റിങ്ങും എല്ലാം. അപ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇത് ഇവിടെ. എനിക്കൊരുപാട് ഇഷ്ടമാണ് ഇങ്ങനത്തെ ചെറിയ സ്ഥലങ്ങളിലത്തെ ഷോപ്പിംഗ്. ചെറിയ ഗലികളിലൂടെയൊക്കെ നടന്നിട്ട് നല്ല ചെരുപ്പുകളും നല്ല അടിപ്പൻ ചെരുപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മുകളിൽ വലിയ സീലിംഗ് വർക്കും സംഭവങ്ങളൊന്നുമില്ല. ഇവിടെയൊക്കെ സിമ്പിളാണ്. പക്ഷേ 2 സൈഡിലും കട്ടയ്ക്ക് കടകളുണ്ട്. ഇവിടെ വന്നപ്പോൾ പിന്നെയും 2 വഴികൾ. ഇതൊന്ന് നമുക്ക് ഗോൾഡിൻ്റെ സെക്ഷനിലേക്ക് പോവാം. രണ്ട് സൈഡും ഗോൾഡ് തന്നെയാണ്. ഗോൾഡും സിൽവറിൻ്റെയും ജ്വല്ലറീസ് തന്നെയാണുള്ളത് 2 സൈഡിലും. ഇവിടുന്ന് അങ്ങോട്ടേക്ക് മുഴുവനും ഗോൾഡ് തന്നെയാണ്.
ഗോൾഡിൻ്റെ അവിടെയും അത്യാവശ്യത്തിന് നല്ല തിരക്കൊക്കെ ഉണ്ട്. എന്നാലും മറ്റേ സ്ഥലത്താണ് കൂടുതൽ. മറ്റുള്ള സാധനങ്ങൾ, തുണിയും ബാക്കിയുള്ള സംഭവങ്ങൾ വാങ്ങാനൊക്കെയാണ് ആൾക്കാർ കൂടുതൽ വരുന്നത്. ഇതിപ്പോൾ നോക്കൂ, എന്ത് ചെറിയ വഴിയാന്ന് നോക്കിയേ. ഈ വഴിയുടെ അപ്പുറം ഇപ്പുറം ഒക്കെ ഗോൾഡിൻ്റെ കടകൾ. നമ്മുടെ ഇവിടെയൊക്കെ വലിയ വലിയ കടകളാണ് ഉള്ളത്. ഇങ്ങനത്തെ ചെറിയ സ്ഥലത്തു നിന്നും ചെറിയ സ്ഥലങ്ങൾ കുറവാണ് നമ്മുടെ അവിടെ. അതുപോലെ തന്നെ ഇനി ഇതിപ്പോൾ എവിടെയാണ് ചെന്ന് മുട്ടാന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഈ ഒരു ഏരിയയിൽ കുറേ സ്വർണ്ണക്കടകളുണ്ട്. പിന്നെ അവരുടെ ഡിസൈനുകളൊക്കെയാണ്, വലിയ വലിയ മാലകൾ അങ്ങനത്തെയൊക്കെയാണ്. നമുക്കൊന്നും പറ്റിയ ഡിസൈനുകളല്ല ഇതൊന്നും. ചിലതൊക്കെ സിമ്പിളായിട്ടുള്ളതുള്ളൂ. എന്തായാലും ഇതൊരു ഗോൾഡ് സൂക്ക് പോലെ തന്നെ ഉണ്ട്. ഇത്രയും അധികം സ്വർണ്ണക്കടകൾ. എന്തായാലും സംഭവം കൊള്ളാം. ഗോൾഡിൻ്റെ സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പർദ്ദയാണെന്ന് തോന്നുന്നു കാണുന്നത്. അപ്പോൾ എല്ലാ സെക്ഷനുകളും പരസ്പരം കണക്റ്റഡ് ആണ്. ശരിക്കും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വഴിതെറ്റി പോകാനുള്ള ചാൻസ് വരെ ഉണ്ട്. ഞങ്ങൾ തന്നെ 5 പേരുണ്ടായിരുന്നത് 2 പേര് വേറെ വഴിക്ക് പോയി, 3 പേര് വേറെ വഴിയായി. അപ്പോൾ എല്ലാവരും ഇവിടെ വരികയാണെങ്കിൽ ഒരുമിച്ച് നടക്കുക. ഇതിപ്പോൾ ഓരോ വഴികളും ഇങ്ങനെ കണക്ട് ചെയ്ത് വേറെ വേറെ വഴി, എവിടെ എത്തിയാലും പിന്നെയും 2 വഴിയും കൂടെ കാണും. അപ്പോൾ നമ്മൾ ലെഫ്റ്റോ റൈറ്റോ എടുത്ത് നടക്കും. അപ്പോൾ പല വഴിക്ക് പോയി ലാസ്റ്റ് സ്ഥലത്ത് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ എത്തിപ്പെടാം നമുക്ക്. എന്തായാലും ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഇതൊക്കെ തുണിയുടെ ഒരു സെക്ഷൻ തന്നെയാണ്. തുണി തന്നെയാണ് എല്ലായിടത്തും കാണുന്നത്. അതായത് പർദ്ദയുണ്ട്, ഡ്രസ്സുകളുണ്ട്, അതുപോലെ തുണി മുറിച്ചെടുക്കുന്ന തുണികളും ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുറച്ചൊക്കെ വില കുറച്ച് കിട്ടും. താല്പര്യമുള്ളവരൊക്കെ ഇതിൽ വരിക. അപ്പോൾ നമ്മളിവിടെ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. അപ്പോൾ എല്ലാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞേ ഗലികളുടെ അപ്പുറവും ഇപ്പുറവും ആണ് ഷോപ്പുകൾ. ഞാനിവിടുത്തെ ഒരു ബാൻഡ് മാത്രമേ വാങ്ങിച്ചുള്ളൂ, ഞാൻ വേറെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. പക്ഷേ ബാർഗെയിൻ ചെയ്താലും നമുക്ക് കുറച്ച് കിട്ടും. ഈ ബാൻഡിന് പറഞ്ഞതിൻ്റെ തന്നെ അത്യാവശ്യം 250 പൈസയൊക്കെ നമുക്ക് കുറച്ച് കിട്ടി. പിന്നെ കുറേ അത്യാവശ്യം ബാർഗെയിൻ ചെയ്യാൻ അറിയുന്നവർക്ക് ശരിക്കും ബാർഗെയിൻ ചെയ്ത് സാധനം വാങ്ങാൻ പറ്റിയൊരു മാർക്കറ്റാണിത്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളും പർദാസ്, അതുപോലെ ഒരുവിധപ്പെട്ട എല്ലാം ഇവിടെ ഉണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇലക്ട്രോണിക് ഐറ്റംസ് ഇല്ലാന്നേ ഉള്ളൂ, ബാക്കിയുള്ള ഒരുവിധം എല്ലാം ഉണ്ട്. ഡ്രസ്സ്, പിന്നെ ഇവിടെ നടക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സ്മെല്ലാണ്. നമുക്ക് ഇവിടുത്തെ സ്പ്രേൻ്റെയൊക്കെ സ്മെല്ലാണ് ഇവിടെ. ഞാൻ മത്രാസൂക്കിൻ്റെ ഇത് കഴിഞ്ഞ് തുടങ്ങിയിടത്ത് തന്നെ എത്തിയിട്ടുണ്ട്. വരുന്ന സൈഡ് ലൈനിലുള്ള സംഭവമാണിത്. നല്ല സ്റ്റൈലൻ പെയിൻറ്റിങ്ങും സിമെൻറ്റൊക്കെ വെച്ച് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ മത്രാസൂക്കിൻ്റെ വിവരണങ്ങൾ. നല്ലൊരു അടിപൊളി പ്ലേസാണ്. എല്ലാവർക്കും ടൈം സ്പെൻഡ് ചെയ്യാൻ വരാവുന്നതാണ്. ഡിസ്കൗണ്ടിന് സാധനങ്ങൾ കിട്ടും, ബാർഗെയിൻ ചെയ്താൽ മതി. ഇന്നത്തെ എൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ തീരെയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.